നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തലുകൾ വന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇടതുമുന്നണി എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഘടകകക്ഷികൾ തമ്മിൽ ദ്വന്ദ്വയുദ്ധം എന്ന രീതിയിലാണ് നേതാക്കൾ പരസ്പരം വാക്കുകൾ തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ലൈംഗിക ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയ ശേഷം അന്വേഷണം നടത്തണമെന്ന് CPI നേതാവ് ആനി രാജ രംഗത്ത് വന്ന് പറഞ്ഞിരുന്നുവല്ലോ. ബംഗാളി നടിയുടെ ആരോപണം കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയ കാര്യമാണ്. കേരളത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ സർക്കാർ കടുത്ത നടപടി തന്നെയാണ് സ്വീകരിച്ചത്. അന്വേഷണം പൂർത്തിയാക്കി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യമായാൽ രഞ്ജിത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം തിരികെ നൽകാമെന്നും ആനി രാജ പറഞ്ഞു. പരാതിയെ പരസ്യമായി ആരോപണ വിധേയൻ തള്ളിയെന്ന് പറഞ്ഞ് ഒഴിയാനാണെങ്കിൽ രാജ്യത്ത് നിയമത്തിന്റെ ആവശ്യമില്ലല്ലോ എന്നും ആനി രാജ ചോദിക്കുകയുണ്ടായി. രഞ്ജിത്ത് കുറ്റം നിഷേധിച്ചല്ലോ എന്ന് ചോദിച്ച് വിഷയത്തെ ലാഘവമായി കണ്ട മന്ത്രി സജി ചെറിയാനെയാണ് ഈ പ്രസ്താവനയിലൂടെ ആനി രാജ തുറന്നെതിർത്തത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പിന്റെ പേര് വെളിപ്പെടുത്തണമെന്നും നടപടിയെടുക്കണമെന്നും ആനി രാജ കൂട്ടിച്ചേർക്കുന്നുണ്ട്. രഞ്ജിത്തിനെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട AIAF-ഉം രംഗത്തെത്തിയതോടെ ഇടതുമുന്നണിയിൽ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായിക്കൊണ്ടിരുന്നു. ബംഗാളി നടിയുടെ ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസ്താവനയാണ് ഇതിൽ പ്രധാനമായും വിവാദമായത്. ഇതിന് പിന്നാലെ ഫേസ്ബുക്കിൽ വിശദീകരണവുമായി മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തുകയും ചെയ്തു. തെറ്റാര് ചെയ്താലും സർക്കാർ സംരക്ഷിക്കില്ലെന്ന് രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം തെളിഞ്ഞാൽ നടപടി ഉടൻ ഉറപ്പാക്കുമെന്നും മന്ത്രി FB പോസ്റ്റിൽ കുറിച്ചിരുന്നു. ബംഗാളിൽ നിന്ന് കേസുമായി മുന്നോട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നും കേരളത്തിൽ നിന്ന് ആരെങ്കിലും സഹായിച്ചാൽ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നുമായിരുന്നു ശ്രീലേഖ മിത്രയുടെ പിന്നീടുള്ള നിലപാട്. മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നതിന് പിറകെയാണ് മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയത്. പരാതി കിട്ടിയാൽ മാത്രമേ കേസെടുക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ മന്ത്രി നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് തീരുമാനത്തിൽ എത്താനാകൂവെന്നും ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. മീഡിയ വഴി ഉന്നയിച്ച മൊഴിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്നും രഞ്ജിത്ത് അപ്പോൾ തന്നെ നിഷേധിച്ചില്ലേ എന്നുമാണ് സജി ചെറിയാൻ നേരത്തെ പറഞ്ഞിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ മുതിർന്ന CPI നേതാവ് ആനി രാജ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അങ്ങനെ രഞ്ജിത്തിന്റെ കസേര തെറിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. അത് തെറിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എടുത്ത നിലപാടാണ് ഇതിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം.